എറണാകുളം ടൗൺ ഹാളിൽ ശ്രീനിവാസനെ എത്തിച്ചിരിക്കുന്നു. കണ്ടനാട്ടെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഇനി ഏതാണ്ട് 2-3 മണിക്കൂറോളം, അതായത് കൃത്യമായി പറഞ്ഞാൽ 3 മണി വരെ ശ്രീനിവാസനെ ഇനി എറണാകുളം ടൗൺ ഹാളിലാകും ഉണ്ടാവുക. അന്ത്യ ദർശനത്തിന്, പൊതുദർശനത്തിനായി ആയിരങ്ങൾ അങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും സ്ഥലപരിമിതിയുടെ പശ്ചാത്തലത്തിൽ അത്രയേറെ ആരാധകരും അത്രയേറെ അനുയായികളുമൊക്കെയുള്ള സ്നേഹിതരുമൊക്കെയുള്ള ശ്രീനിവാസൻ ഈ കണ്ടനാട്ടെ വീട്ടിലാണെങ്കിൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് അവിടേക്ക് പൊതുദർശനം അവിടെ നിന്നും എറണാകുളം ടൗൺ ഹാളിലേക്ക് മാറ്റിയത്. കാരണം അത്രയേറെ ജനനിബിഡമായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര എന്നത്, ആ പൊതുദർശനം എന്നത്. കാരണം അന്തിമോപചാരം അർപ്പിക്കാൻ പ്രമുഖരടക്കം സാധാരണക്കാരടക്കം നിരവധി പേരാകും ഒഴുകിയെത്തുക. ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. അമൽനാഥ്. അജിംഷാദ്, തീർച്ചയായും ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലേക്ക് ഈ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേർ ഈ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മന്ത്രി പി രാജീവ് ഉണ്ട്, ഒപ്പം തന്നെ അനിൽകുമാർ ഉണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെയുള്ള നിരവധി പേർ ഈ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നും പിഷാരടിയുണ്ട്, രഞ്ജി പണിക്കർ, അങ്ങനെ നിരവധി പേർ ഇവിടേക്ക് ശ്രീനിവാസനെ ഏറ്റവും അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടി ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിരവധി ആരാധകരും ഈ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഈ ടൗൺ ഹാളിലേക്ക് ഈ പൊതുദർശനം മാറ്റുവാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അല്പസമയം മുൻപായിരുന്നു ഈ ഭൗതിക ശരീരം ഈ ടൗൺ ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും ടൗൺ ഹാളിലേക്ക് എത്തും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മുഖ്യമന്ത്രി മറ്റൊരു പരിപാടിയിലായിരുന്നു. ആ പരിപാടിയിൽ നിന്നും ആ പരിപാടി വളരെ പെട്ടെന്ന് തീർത്ത് ഈ ടൗൺ ഹാളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ച് വലിയ അല്ലെങ്കിൽ തീരാ നഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മലയാളികൾക്ക്, സാധാരണക്കാരുടെ ജീവിതത്തെ അതേപോലെ വെള്ളിത്തിരയിലേക്ക് എത്തിച്ച ഈ കലാകാരന്റെ വിയോഗം എന്ന് പറയുന്നത് അത് ഒരിക്കലും നികത്താൻ വേണ്ടി സാധിക്കുന്നതല്ല. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി മലയാള സിനിമാ ലോകത്തിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നുമൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായും ഇനി ശ്രീനിവാസനെ അന്തിമമായി ഒരു നോക്ക് കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി, അന്തിമോപചാരം അർപ്പിക്കാനായി കേരളം ഒഴുകുക എറണാകുളം ടൗൺ ഹാളിലേക്കായിരിക്കും. 3 മണിവരെയാണ് അവിടെ പൊതുദർശനമുള്ളത്.